ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത്. നമുക്ക് കുറച്ച് മുമ്പ് തന്നെ ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായി. ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഗുവാഹത്തിയിലെ നെഹ്റു സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്ത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു കറൻലി ഇപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. നമുക്കറിയാം ഇപ്പോൾ 2036 ഒളിമ്പിക്സ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് ഒളിമ്പിക് ഫിഫ ലെവലുള്ള ഒരു സ്റ്റേഡിയമാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേഡിയത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 കപ്പാസിറ്റി ഈ ഒരു സ്റ്റേഡിയത്തിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ട്രെയിനിങ് ഫെസിലിറ്റികൾ ഈ ഒരു സ്റ്റേഡിയത്തിലുണ്ട്. പിന്നെ മറ്റ് ഇൻഡോർ ഗെയിംസിനുള്ള ഫെസിലിറ്റിയും ഈ ഒരു സ്റ്റേഡിയത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഏകദേശം 831 കോടി രൂപയാണ് ചിലവ് വരുന്നത്. ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ആയിട്ടുള്ളത് നമ്മുടെ കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ 8 സ്റ്റേഡിയങ്ങളും 4 ട്രെയിനിങ് ഗ്രൗണ്ടും പിന്നെ ഒരു ക്ലബ്ബും ഇവിടെ 800 കോടി രൂപ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം തന്നെ അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നടക്കാൻ പോകുന്നുള്ള ഒരു കാര്യമല്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക്